Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പോ നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് ആ ഒരു വയലറ്റ് തലയൻ വരികയാണ്. അവനാണെങ്കിൽ ഹീറോയ്ക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കും. വാവ്, ശരിക്കും നല്ലൊരു പെർഫോമർ ആണ്. ലാസ്റ്റ് ടൈം ഞാൻ നിന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് തോൽപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അന്ന് നീ ഒരുപാട് വീക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇപ്പൊ നീ ഒരുപാട് ട്രെയിൻ ചെയ്ത് അതുപോലെ തന്നെ സ്ട്രഗിൾ ചെയ്ത് ഇവിടം വരെ എത്തി. ഞാൻ ഉപയോഗിച്ച ഷാൾ ടെക്നിക് അതിനെ നീ കറക്റ്റ് ആയിട്ട് പ്രിവെന്റ് ചെയ്ത് ആ ഒരു വലിയ പൈപ്പുകളിൽ എന്നെ ലോക്ക് ചെയ്ത് വെച്ചു. അതൊക്കെ എനിക്ക് ശരിക്കും മിറാക്കിളായിട്ടാണ് തോന്നിയത്. ഒരു സൂപ്പർ ഹീറോ ആവണമെന്നാണ് എന്റെ ആഗ്രഹം. നിന്നിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറയും. നമ്മുടെ ഹീറോ ഇസുക്ക് ആണെങ്കിൽ അതെല്ലാം കേട്ട് വണ്ടർ അടിക്കുകയാണ്. ഇവൻ പറഞ്ഞത്ര കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോ ചിന്തിച്ച് അവനാണെങ്കിൽ ഷോക്കാവും. അതേസമയം ആ വെള്ളത്തലയനാണെങ്കിൽ വിളിച്ചു പറയും, ഇന്നു മുതൽ നമ്മുടെ ടീമിൽ ആ വയലറ്റ് തലയൻ അവനും ഉണ്ടാവും. സൂപ്പർ ഹീറോ ട്രെയിനിങ്ങിൽ അവനും ഒരു മെമ്പർ ആയിരിക്കും. സെക്കൻഡ് ഇയറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അവൻ ജോയിൻ ചെയ്യാൻ പോവാണ്. അത് കേട്ട് ബി ക്ലാസ്സിനാണെങ്കിൽ ആ പൈലറ്റ് തലയൻ അവൻ എ ക്ലാസ്സിലാണോ ബി ക്ലാസ്സിലാണോ എന്ന് ഭയങ്കര ആകാംക്ഷ തോന്നും. ഇതിനാ വെള്ളത്തലയൻ പറയും അത് തീരുമാനിച്ചിട്ടില്ല, തീരുമാനിച്ചതിന് ശേഷം അത് അറിയിക്കും. ഇത് അഷിട്ടോ ആണെങ്കിൽ എല്ലാവരോടും പറയും മിനട്ടോയ്ക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കണം. അവൻ എപ്പോഴും ഇടയ്ക്ക് വെച്ച് കുൽസിത പ്രവൃത്തിയിൽ ഏർപ്പെടും. ഇത്തവണ എന്റെ നേർക്ക് വന്നു, ഞാൻ അവനെ ഇടിച്ച് താഴെ ഇട്ടു. അവൻ ഉറപ്പായാലും കഥായ പണിഷ്മെന്റ് കൊടുത്തേ പറ്റുമെന്ന് പറയും. മറ്റൊരു ഭാഗത്ത് ചപ്പർത്തലയൻ അവനാണെങ്കിൽ ദാരുണമായി തോറ്റുപോയെങ്കിലും അത് അംഗീകരിക്കാതെ വീണ്ടും വീണ്ടും നമ്മുടെ ആൾക്കാരെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കും. ഇത്തവണ ഭാഗ്യം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ജയിച്ചത്. അടുത്ത തവണ ആ ഒരു ലക്ക് ഫേവർ ചെയ്യാൻ പോകുന്നത് ഞങ്ങളെ ആയിരിക്കും. ഇവിടെ ഹീറോയ്ക്കാണെങ്കിൽ അവനെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതം. കാരണം ആ ഒരു 1 for all പവർ പോലും അവൻ സെക്കൻഡുകൾ കൊണ്ട് കോപ്പി ചെയ്തു. അത് അത്ര പെട്ടെന്ന് ആർക്കും എടുക്കാനായിട്ട് കഴിയുന്ന ഒരു പവർ അല്ല. മാസ്റ്റർ ആണെങ്കിൽ ഒരുപാട് ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് ഒരു പവർ നമ്മുടെ ഹീറോയ്ക്ക് കൊടുത്തത്. അവൻ ആ ഒരു പവർ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഉറപ്പായാലും അവന്റെ ബോഡി പൊട്ടിത്തെറിച്ചേനെ. പക്ഷെ അത് അവന്റെ ബോഡിയിൽ വർക്കൗട്ട് ആവാത്തതുകൊണ്ട് അവൻ നോക്ക് ഡൗൺ ആയില്ല. ഇവിടെ ഐസമ മാസ്റ്റർ ആണെങ്കിൽ ആ ചപ്പർത്തലിനോട് പറയും, നാളെ തന്നെ നീ എറിയ വന്ന് മീറ്റ് ചെയ്യണം. കട്ട് ചെയ്ത എറിയ കാണിക്കും. അവളാണെങ്കിൽ കാര്യമായിട്ട് ലെറ്റർ എഴുതുകയാണ്. ടൊഗാട്ടോ ആണെങ്കിൽ നീ ആർക്കാണ് ലെറ്റർ എഴുതുന്നതെന്ന് അവളോട് ചോദിക്കും. അവളാണെങ്കിൽ കൊഞ്ചിയിട്ട് കുറുവിയിട്ട് അവനോട് പറയും, എനിക്ക് ലെറ്റർ എഴുതാനുള്ളത് ഒന്ന് നിനക്കും മറ്റൊന്ന് ഇസുക്കിനുമാണ്. കാരണം നിങ്ങൾ രണ്ടുപേരുമാണ് എന്റെ ലൈഫ് രക്ഷിച്ചതെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ നിഷ്കളങ്കമായിട്ട് ചിരിക്കും. കട്ട് ചെയ്ത ജിം കാണിക്കും. അവിടെയാണെങ്കിൽ പയ്യനാണെങ്കിൽ നമ്മുടെ ഹീറോയെ പിടിച്ച് ഓറഞ്ച് പൊറഞ്ഞ് തല്ലുകയാണ്. എങ്ങനെയെങ്കിലും ഹീറോയുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ ഒരു പവർ അത് വീണ്ടും പുറത്തേക്ക് വരുത്താനാണ് അവൻ ശ്രമിക്കുന്നത്. ഒരുപാട് തവണ ഹീറോയെ പഞ്ച് ചെയ്തിട്ടും ആ പവർ മാത്രം പുറത്തേക്ക് വരില്ല. ദൂരത്ത് നിന്ന് ഈ ഫൈറ്റ് കാണുന്ന മാസ്റ്ററിനാണെങ്കിൽ ഇപ്പോൾ ടെൻഷൻ കൂടും. ഓ നോ, എനിക്കിത് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. ഫൈറ്റ് അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറയും. അങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം അവരത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ഒരു പവർ മാത്രം പുറത്തേക്ക് വരുന്നില്ല. ആ കച്ചാ പയ്യനാണെങ്കിൽ ഇപ്പൊ മാസ്റ്ററിനോട് ചോദിക്കും, ഇതിനു മുൻപ് ആ ഒരു പവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെന്ത് പവറാണെന്ന് നിങ്ങൾക്ക് അറിയോ? അതിന് മാസ്റ്റർ പറയും, ഇല്ല, ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു പവർ ഞാൻ കാണുന്നത്. ഏതോ ഒരു മൊട്ടത്തലൻ ഈ പവർ പണ്ട് ഉപയോഗിച്ചിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇസുക്കിന് ഈ ഒരു പവർ അത് പുറത്തുനിന്ന് എന്തോ ഒരു കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും എന്ന് പറയും. അത് കേട്ട് കച്ചാ പയ്യനാണെങ്കിൽ അതൊരു പക്ഷേ ആ ആൽഫാർ വണ്ണിന്റേതായിരിക്കുമോ? ശരിക്കും ഈ 1 for all പവർ അത് ആൽഫാർ വണ്ണിന്റെ പവർ അല്ലേ? അത് കേട്ടിപ്പോ മാസ്റ്റർ ആണെങ്കിൽ എന്തായിരുന്നാലും കുഴപ്പമില്ല, എത്രയും വേഗം ആ പവർ എന്താണെന്ന് കണ്ടെത്തണമെന്ന് പറഞ്ഞ് വീണ്ടും അവരെ ട്രെയിനിങ്ങിന് കൂട്ടിക്കൊണ്ട് പോവാണ്. എത്രയൊക്കെ ട്രെയിൻ ചെയ്തിട്ടും ആ പവർ മാത്രം പുറത്തേക്ക് വരില്ല. ഉടനെ ഹീറോ ആണെങ്കിൽ പവർ പുറത്തേക്ക് വന്ന ആ സന്ദർഭം ആലോചിക്കുകയാണ്. ആക്ച്വലി ഇമോഷൻസ് അതങ്ങനെ വല്ലാതെ കൂടിയപ്പോഴാണ് ആ പവർ പുറത്തേക്ക് വന്നത്. 20% മുകളിൽ അവന്റെ പവർ ലെവൽ അപ്പോൾ ഉയർന്നിരുന്നു. ഇനി ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കുമോ പവർ ഇപ്പൊ ഉപയോഗിക്കാൻ കഴിയാത്തത്? ഒരുപക്ഷെ ആ പവർ അത് ലോക്കായിട്ടുണ്ടാവോ എന്നവൻ ചിന്തിക്കും. കച്ചാപ്പയ്യനാണെങ്കിൽ എത്രയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടും അവന്റെ ഉള്ളിൽ നിന്ന് ആ പവർ മാത്രം പുറത്തു വരില്ല. മാത്രമല്ല ഹീറോ ആണെങ്കിൽ എന്തൊക്കെയോ കാര്യമായിട്ട് ചിന്തിക്കുകയാണ്. ഓ നോ, എന്നെ കൊണ്ട് പറ്റില്ല, ഈ പവർ ഒന്നും പുറത്തു വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് കടന്നു പോകും. ആൽമേറ്റും അത് തന്നെ പറയും, നമുക്ക് പിന്നീട് ട്രെയിൻ ചെയ്യാം, ഇന്നത്തേക്ക് ഈ ട്രെയിനിങ് അത് അവസാനിപ്പിക്കാന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് പോവാണ്. ഹീറോ ആണെങ്കിൽ എപ്പോഴത്തേതും പോലെ വണ്ടർ അടിച്ചു നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ ഹോസ്റ്റൽ കാണിക്കും. വെള്ളത്തലയും ടെക്സസും ആണെങ്കിൽ കരീഷ്മയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. കഴിഞ്ഞ തവണ ആ ഒരു ഫൈറ്റിൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു. ആ ടോഡറോക്കെ അത്രയൊക്കെ ഫയർ ഉപയോഗിച്ചിട്ടും എനിക്കതിൽ പ്രിവെന്റ് ചെയ്ത് നിൽക്കാൻ പറ്റി. ഒരല്പം കൂടെ ഹീറ്റ് അവൻ കൂട്ടിയായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കത്തിക്കരിഞ്ഞു പോയനെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കുകയാണ്. അവിടെ ഇപ്പോ എ സെക്ഷനും ബി സെക്ഷനും അവർ രണ്ടുപേരും ബാരിയേഴ്സ് ഇല്ലാതെ പരസ്പരം സംസാരിച്ച് ഫ്രണ്ട്ലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാണ്. ആ സമയത്തായിരിക്കും നമ്മുടെ ഹീറോ ഇസുക്ക് അവനാണെങ്കിൽ അവിടേക്ക് കടന്നു വരിക. സത്യത്തിൽ ഇപ്പൊ ബി സെക്ഷനും എ സെക്ഷനും തമ്മിൽ ഒരു മത്സരം ഉണ്ടായി. അതൊരിക്കലും പേഴ്സണലി അവർക്കിടയിൽ ഒരു ശത്രുത ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്രകാരം ഒരു മീറ്റപ്പ് പോലെ അവർക്കിടയിൽ വെച്ചിട്ടുള്ളത്. ടോഡറോക്കെ ആണെങ്കിൽ ഇസുക്കിനെ കണ്ട് എന്റെ അടുത്തേക്ക് ഓടി വന്ന് അവനോട് ചോദിക്കും, എന്റേതുപോലെ നിന്റെ ഉള്ളിലും 2 പവർ ഉണ്ടോ? ഇത്രയും കാലവും നീ അത് മറച്ചു വെച്ചിരിക്കുകയാണോ? അതിന് ഹീറോ പറയും, അയ്യോ അല്ല അല്ല, അതെന്റെ കുടിയിലുള്ള ഒരേ ഒരു പവറിൽ നിന്ന് തന്നെ ഡൈവേർട്ടായി വന്നതാണ്. സത്യത്തിൽ ഞാനും ആ പവർ ഇന്നാണ് കാണുന്നത്. എന്നെ കൊണ്ട് അത് കൺട്രോൾ പോലും ചെയ്യാൻ കഴിഞ്ഞില്ല.
ടോഡറോക്കി പറയും, "അതെ, ആ പവർ കണ്ട് ഞങ്ങളെല്ലാവരും അത്ഭുതപ്പെട്ടു." ഇവര് രണ്ടുപേരും കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ ഇവിടെ കച്ചാപ്പയ്യനാണെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യില്ല. ഇവിടെ ഹീറോ ആണെങ്കിൽ ടോഡറോക്കിയുടെ ആ ഫയർ പവറിനെ കുറിച്ച് പറഞ്ഞ് അവനെ അഭിനന്ദിക്കുകയാണ്. അതേസമയം കട്ട് ചെയ്ത ഇവിടെ എൻഡവറിനെ കാണിക്കും. ആളാണെങ്കിൽ ഒരു വില്ലനെ അറഞ്ചം പുറഞ്ഞ് തല്ലിക്കൊണ്ട് മറ്റൊരു കൈയിൽ ആളുടെ സ്മാർട്ട് ഫോണിൽ മെസ്സേജ് ഇത് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഓൾറെഡി ടോഡറോക്കിക്ക് ഒരുപാട് മെസ്സേജ് അദ്ദേഹം അയച്ചതാണ്. ഇപ്പൊ ഒരുപാട് സമയത്തിന് ശേഷം അവന്റെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ് തിരികെ വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഫയർ പവറിനെ കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കതിനെക്കുറിച്ച് അറിയാം എന്നായിരിക്കും ആ മെസ്സേജ്. അതൊരല്പം ഹാർഷ് ആണെങ്കിലും അവന്റെ ഭാഗത്ത് നിന്ന് ഒരു റിപ്ലൈ വന്നതിൽ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം തോന്നി. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ വയലറ്റ് പയ്യനെ ഇപ്പോ സ്കൂളിൽ ചേർക്കാനായിട്ടുള്ള പ്രോസസ്സിംഗ് നടക്കുകയാണ്. അവന്റെ ഫൈറ്റുകളെല്ലാം വീണ്ടും മാസ്റ്റേഴ്സ് ഒന്നുകൂടെ വിലയിരുത്തും. മറ്റൊരു ഭാഗത്ത് എറിപ്പെണ്ണ്, അവളാണെങ്കിൽ ആ ചപ്പറത്തലേനെ കണ്ട് വണ്ടർ അടിക്കും. അവളാണെങ്കിൽ അവനെ കാണുമ്പോൾ തന്നെ ഇപ്പൊ പുറകിലേക്ക് മാറി നിൽക്കും. ഇവൻ ഈ സ്കൂളിലെ തന്നെ ഏറ്റവും ബാഡ് ആയിട്ടുള്ള പയ്യനല്ലേ. അതിന് ചപ്പറത്തലേനാണെങ്കിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവളോട് പറയും, "നീ കേട്ടതൊക്കെ തെറ്റാണ്. ഈ സ്കൂളിലെ ഏറ്റവും നമ്പർ 1ഉം പെർഫെക്റ്റും ആയിട്ടുള്ള ആള് അത് ഞാനാണെന്ന് പറയും." സമ മാസ്റ്റർ ആണെങ്കിൽ ആ ചപ്പറത്തലേനോട് ഇപ്പൊ എറിപ്പെണ്ണിന്റെ അവളുടെ പവർ അത് കോപ്പി ചെയ്യാനായിട്ട് പറയും. അവനാണെങ്കിൽ അവളെ ടച്ച് ചെയ്ത് അവളുടെ പവർ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കും. അവന്റെ തലയില് അവന്റെ തലയില് അവളുടെ തലയിലുള്ളതുപോലെ ആ ചെറിയ കൊമ്പ് അത് വരുമെന്നല്ലാതെ മറ്റൊരു പവറും അവന് ഫീൽ ചെയ്യില്ല. ഐസോ മാസ്റ്റർ അവളുടെ പവർ നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ചോദിക്കും. അതിനവൻ പറയും, "ഇല്ല." ഹീറോ പയ്യന്റെ പവർ അത് ഞാൻ അബ്സോർബ് ചെയ്തപ്പോ എന്ത് ഫീൽ ചെയ്തോ അതുപോലെ തന്നെ വളരെ ബ്ലാക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. യാതൊരു പവറും എനിക്ക് കിട്ടിയിട്ടില്ല. ഈ ചപ്പർത്തലേന് എല്ലാ പവറും ഇത്തരത്തിൽ കോപ്പി ചെയ്തെടുക്കാനായിട്ട് കഴിയില്ല. ചില പവറുകൾ അവന് കോപ്പി ചെയ്തെടുക്കുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു വൺ ഫോർ ആൾ പവർ അതവൻ യൂസ് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായാലും അവൻ പൊട്ടിത്തെറിച്ച് മരിച്ചു പോയേനെ. ഇപ്പോ ആ ഒരു പെൺകുട്ടിയുടെ പവർ അത് അവനെ കൊണ്ട് കോപ്പി ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചത് അത് മറ്റൊന്നും കൊണ്ടല്ല. ആ പെൺകുട്ടിക്ക് അവളുടെ പവർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. സോ ചപ്പർത്തലയൻ അത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അവനെ കൊണ്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. സോ അതനുസരിച്ച് അവൾക്കത് പറഞ്ഞു കൊടുക്കാൻ കഴിയും. പക്ഷേ അവളുടെ ആ പവർ അദ്ദേഹത്തിന് കോപ്പി ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. റിപ്പണിനാണെങ്കിൽ ഒരുപാട് വിഷമം തോന്നും. എനിക്ക് ആക്ച്വലി ഈ ഒരു പവർ വേണ്ടായിരുന്നു. അതില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അത് കേട്ട് ഹീറോ ആണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുകയാണ്. "എന്തിനാണ് നീ വിഷമിക്കുന്നേ? നിന്റെ ആ പവർ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് നിനക്ക് എന്നെ സേവ് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. നമ്മുടെ രണ്ടുപേരുടെയും പവർ അത് നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും. അത് കേൾക്കുമ്പോൾ അവൾക്കും ചെറിയൊരു ആശ്വാസം. എന്റെ ബെസ്റ്റ് ഞാൻ കൊടുത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. എന്റെ പവർ ഞാൻ കൺട്രോൾ ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും." അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ മഞ്ഞുകാലം വന്നിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് ആ ഒരു വെതർ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ബാക്കി ചിലർക്ക് അതൊട്ടും ഓക്കെ ആവില്ല. ഇവിടെ പ്രൊഫിക്കാണെങ്കിൽ ഇത് ക്ലൈമറ്റ് സെറ്റ് ആകാത്തത് കണ്ട് ഡോറയാണെങ്കിൽ എല്ലാവരോടും പറയും, "ദയവ് ചെയ്ത് ഡോർ തുറന്നിടരുത്." അവളവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകയാണ്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ചെക്കന്മാര് അവരാണെങ്കിൽ പ്രൊഫഷണൽ ലൈസൻസ് എടുക്കാനായിട്ട് ആ ഒരു ടെസ്റ്റിന് വന്നിരിക്കുകയാണ്. ഇവിടെ അവർക്കത് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ എ ക്ലാസ്സിലെ എല്ലാവരും പ്രൊഫഷണൽ ലൈസൻസ് ഹോൾഡേഴ്സ് ആവും. ആ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് അതിപ്പോ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ മറ്റു കുറച്ച് ആൾക്കാരാണെങ്കിൽ കോഫിയൊക്കെ കുടിച്ച് ഹായ് ആയിട്ടിരിക്കുമ്പോ ഇവിടെ സിറ്റിയിൽ വലിയൊരു സുനാമി തന്നെ വീശി അട്ടിക്കുകയാണ്. ആക്ച്വലി ഒരു കള്ളന്മാര് അത് ചില കള്ളന്മാര് ക്രിയേറ്റ് ചെയ്ത സുനാമിയാണ്. ആ കള്ളന്മാരാണെങ്കിൽ ആ സുനാമിയിൽ പെട്ടുപോകുന്ന ജനങ്ങളുടെ ഹാൻഡ് ബാഗും തിങ്സും ഒക്കെ തന്നെ അടിച്ചു മാറ്റും. ആ സമയം നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ ഇപ്പൊ മാസ്റ്ററിനോടൊപ്പം കാറിൽ അവിടേക്ക് വരികയാണ്. അവരാണെങ്കിൽ ആ ഒരു ടെസ്റ്റ് പാസ്സായിരിക്കുകയാണ്. സോ കച്ച പയ്യനും നമ്മുടെ ഹീറോയും അവർക്ക് രണ്ടുപേർക്കും ആ പ്രൊവിഷണൽ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞു. അവരാണെങ്കിൽ ആ കള്ളന്മാരെ കണ്ട് ഇവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞ് പതിയെ പുറത്തേക്ക് ഇറങ്ങും. മാസ്റ്റർ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ, അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ ആ വെള്ളത്തിൽ മുങ്ങി മരിക്കും. അടുത്ത നിമിഷം ടോട്ടറോക്കെ ആണെങ്കിൽ ആ വെള്ളം ഫ്രീസ് ചെയ്യും. കച്ചപ്പയ്യനാണെങ്കിൽ ആ വില്ലന്മാരെ ആഞ്ഞടിക്കുകയാണ്. അത് കണ്ട മെയിൻ വില്ലൻ ഇപ്പൊ അവർക്ക് നേരെ തിരിയും. മറ്റൊരു ഭാഗത്ത് മാസ്റ്റർ ആണെങ്കിൽ പാവപ്പെട്ട ജനങ്ങളെ ആ ഒരു വെള്ളത്തിൽ പെട്ടുപോകാതിരിക്കാനായിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റിവിടും. പക്ഷെ ജനങ്ങളാണെങ്കിൽ മാസ്റ്ററിനെ കണ്ട് ഷോക്കായി അദ്ദേഹത്തെ തന്നെ നോക്കി നിൽക്കും. മറ്റൊരു ഭാഗത്ത് ആ കള്ളന്മാരാണെങ്കിൽ ഇപ്പൊ ടോഡറോക്കിക്കും കച്ചാപ്പയ്യനും നേരെ തിരിയും. നിങ്ങളെപ്പോലെ ആഫ്റ്റർ ഓൾ സ്റ്റുഡൻസ് ആയ നിങ്ങൾക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ വീണ്ടും നമ്മുടെ ആൾക്കാർക്ക് നേരെ തിരിയും. കച്ചാപ്പയ്യനും ടോഡറോക്കിയും ചേർന്ന് അവരെ അറഞ്ഞ പുറത്തടിക്കും. ആ മെയിൻ വില്ലൻ ആണെങ്കിൽ ഇപ്പൊ വെള്ളം അത് വളരെ ഫോഴ്സിൽ നമ്മുടെ ആൾക്കാർക്ക് നേരെ ചീറ്റി അടുപ്പിക്കും. ആ ഒരു ഫോഴ്സിൽ ഒരു കമ്പി തകർന്ന് ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ ദേഹത്തേക്ക് വീഴാൻ നോക്കുകയാണ്. അത് കണ്ട മാസ്റ്ററും കച്ചാപ്പയ്യനും അവർ രണ്ടുപേരും ചേർന്ന് രഹസ്യമായി ആ പെൺകുട്ടിയെ അതിനെ സേവ് ചെയ്യും. ഇതിനുശേഷം ടോഡറോക്കി ആണെങ്കിൽ അവന്റെ കയ്യിൽ ഫയർ കൊണ്ടുവന്ന് അവരെ എല്ലാവരെയും തല്ലി തല്ലി കൊല്ലുകയാണ്. അല്പസമയം കഴിഞ്ഞ് രണ്ട് ഹീറോസ് അവിടേക്ക് വരും. അവരാണെങ്കിൽ ജനങ്ങളെ ചെക്ക് ചെയ്യും. ഞങ്ങൾ എല്ലാവരും സേഫ് ആണ്, അവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ വില്ലന്മാരെ നമ്മുടെ ചെക്കന്മാർ തകർത്തിട്ടു. ആ ഹീറോ ആണെങ്കിൽ നമ്മുടെ ചെക്കന്മാരെ രണ്ടുപേരെയും അഭിനന്ദിക്കും. അതിനുശേഷം ആ കള്ളന്മാർ കളക്ട് ചെയ്ത് വെച്ചിരുന്ന ഹാൻഡ് ബാഗ്സും സാധനങ്ങളും എല്ലാം അതിന്റെ ഉടമസ്ഥരെ കണ്ടെത്തി ഏൽപ്പിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.